ഹായ് നമസ്കാരം, ഞാൻ രാകേഷ് എം ജി. ഇന്നിപ്പോൾ ഞാൻ കാണിക്കാൻ പോകുന്ന ഒരു മോട്ടോ നീഡ്സിൻ ആൻഡ്രോയിഡ് സ്റ്റീരിയോ ആണ്. അതായത് നമ്മൾ പല ആൻഡ്രോയിഡ് സ്റ്റീരിയോസ് ചെയ്തിട്ടുണ്ട്. ഇതൊന്ന് പരീക്ഷിച്ച് നോക്കാം എങ്ങനെയുണ്ട് ഈ ഒരു ആൻഡ്രോയിഡ് സ്റ്റീരിയോ. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 2GB 32GB ഇൻറ്റേർണൽ മെമ്മറി വരുന്ന ഒരു മോഡലാണ്. ഏതായാലും നമുക്ക് പെട്ടെന്ന് അൺബോക്സ് ചെയ്യാം. ഇതിൻ്റെ ഫിറ്റ്മെൻറ്റും കാര്യങ്ങളൊന്നും ഞാൻ പ്രത്യേകിച്ച് കാണിച്ച് കുളവാക്കുന്നില്ല, കാരണം നിങ്ങൾ സ്ഥിരം കാണുന്ന ഒരു ഐറ്റം തന്നെയാണ് ആൻഡ്രോയിഡ് സ്റ്റീരിയോ. അപ്പോൾ ഇതിനെക്കുറിച്ച് ഞാൻ ഫിറ്റ്മെൻറ്റ് ജസ്റ്റ് കാണിച്ച് തരുന്നൊരു ഡിസൈറിലാണ് ചെയ്യുന്നത്. ഏതായാലും ഫിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് എങ്ങനെയുണ്ട് സംഗതി എന്നുള്ളത് നമുക്ക് ജസ്റ്റ് നോക്കാം. ഏതായാലും ഇതൊന്ന് അൺബോക്സ് ചെയ്തിട്ട് ഇതിനകത്ത് എങ്ങനെയാണെന്നുള്ളത് നോക്കാം. പാക്കിംഗ് ഒക്കെ എങ്ങനെയുണ്ടെന്ന് നോക്കാം. വാവ്, കൊള്ളാം. മോട്ടോ നീഡ്സിൻ്റെ ഒരു വാറണ്ടി കാർഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. സംഗതി വലിയ കുഴപ്പമില്ല. കാർഡ് ഇവിടെ ഇരിക്കട്ടെ. മോട്ടോ നീഡ്സിൻ്റെ സ്റ്റിക്കറല്ല, ഏതായാലും ഒരു ഈ മോഡലൊക്കെ കുറച്ച് വ്യത്യാസം വന്നിട്ടുണ്ട്. പഴയ ആ ഒരു മോഡലിൽ നിന്നൊക്കെ ഒരു മാറ്റം വന്ന് ഒരു പവർ ബട്ടൺ, മെനു ബട്ടൺ, സൗണ്ട് എല്ലാം ഒരു ചെറിയ വ്യത്യാസം ഫീൽ ചെയ്യിക്കുന്നുണ്ട്. ബാക്ക് ഏതായാലും നല്ലൊരു എന്താ പറയുന്നത്, ഒരു ക്രോം ഫിനിഷിലാണ് അതെല്ലാം ഫിനിഷ് ചെയ്തിട്ടിരിക്കുന്നത്. ഏതായാലും ഇതിനകത്ത് ബാക്കി എന്നാക്കിയാണ് വരുന്നതെന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം. അതിൻ്റെ വയറിംഗ് കിറ്റും കാര്യങ്ങളൊക്കെയാണ്. എന്തൊക്കെയാണ് കിറ്റിനകത്ത് വരുന്നതെന്ന് കൂടെ നോക്കാം. അപ്പം ഏതായാലും നമ്മുടെ നോർമൽ ആസിറ്റീസ് USB-യുടെ കിറ്റ്, മൈക്ക് ഇൻപുട്ട് കാര്യങ്ങളൊക്കെ, പിന്നെ നമ്മുടെ GPS-ൻ്റെ ആൻറ്റിനയും, ഇത്തരം കാര്യങ്ങൾ വരുന്നുണ്ട്. അവിടെ ഇരിക്കട്ടെ. ഒരു റിമോട്ടും കൂടെ വരുന്നുണ്ട്. ഏതായാലും റിമോട്ട് കണ്ടിട്ട് ഏതിൻ്റെയൊക്കെ റിസംബലൻസ് തോന്നുന്നുണ്ട്. ഏതാണെന്ന് എനിക്ക് പെട്ടെന്ന് ഓർമ്മ കിട്ടുന്നില്ല. ഓക്കെ, നമുക്ക് ഏതായാലും നോക്കാം. ബാറ്ററി തരുന്നില്ല. ഓക്കെ, പിന്നെ ഒരു മൈക്കും വരുന്നുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് ഇതിനകത്ത് നമുക്ക് കിട്ടുന്നത്. ഇനി നമുക്ക് ഏതായാലും ഒന്ന് ഫിറ്റ് ചെയ്ത് നോക്കിയിട്ട് ഞാനിപ്പോൾ ഏതായാലും ഇതിൻ്റെ എങ്ങനെയുണ്ടെന്നും കൂടി ജസ്റ്റ് നമുക്കൊന്ന് നോക്കാം. ഓക്കെ, അപ്പം നമുക്ക് ഏതായാലും ഒന്ന് ജസ്റ്റ് നോക്കാം. ഇപ്പം നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്ന പോലെ നമ്മുടെ സ്റ്റീരിയോ എല്ലാം ഫിറ്റ് ചെയ്ത് അടിപൊളിയായിട്ടായിരിക്കുന്നത്. കാരണം ശരിക്കും ഒരു ഇൻബിൽറ്റ് സ്റ്റീരിയോ വരുന്ന സെയിം ഒരു ഫീലാണ് നമുക്കിവിടെ കിട്ടുന്നത്. ഓക്കെ, അപ്പം ഇതിനകത്ത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ ഡാഷ്ബോർഡിൻ്റെ ഫിറ്റ്മെൻറ്റും കാര്യങ്ങളും എല്ലാം ഞാൻ നേരത്തെ വീഡിയോസ് ചെയ്തിട്ടുള്ളതുകൊണ്ടാണ് ഞാനത് കാണിക്കാത്തത്. ഇനി നമുക്ക് ഏതായാലും കീ ഒന്ന് ഓൺ ചെയ്ത് നോക്കാം. ഇത് ബൂട്ടിംഗ് സ്പീഡ് എങ്ങനെയുണ്ടെന്ന് കൂടി ജസ്റ്റ് നോക്കാം. കീ ഓൺ ചെയ്ത ഉടനെ തന്നെ നമുക്കിത് ഓൺ ആകുകയാണ്. അതായത് ഞാൻ ഉദ്ദേശിച്ച ഇത്ര മാത്രമേ ഉള്ളൂ, ഇതിന് അധികം നേരം ലാഗ് വരുന്നില്ല. പക്ഷേ ഇതിൻ്റെ പ്രോസസ്സർ T5 അല്ല വരുന്നത്. പക്ഷേ എന്നാലും ഇതിൻ്റെ ഫാസ്റ്റ്, അതായത് ഒന്ന് ഓൺ ആക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇപ്പോൾ കാണാൻ സാധിക്കും. ഞാൻ ഓഫ് ചെയ്തിട്ട് ഓൺ ചെയ്യുമ്പോൾ വരുന്ന ഒരു ഡിലേ എത്ര നേരം ഉണ്ടെന്നുള്ളത് ജസ്റ്റ് ഫ്രാക്ഷൻ ഓഫ് എ സെക്കൻഡ് മാത്രം നമുക്ക് വരുന്നുള്ളൂ. ഏതായാലും പെൻഡ്രൈവ് ഒന്നും കണക്ട് ചെയ്തിട്ടില്ല. ഇപ്പോൾ ഒന്ന് കണക്ട് ചെയ്ത് അതും കൂടെ കേൾപ്പിച്ച് തരാം. നമുക്ക് മെനുവും കാര്യങ്ങളൊക്കെ ഒന്ന് കാണാൻ സാധിക്കും. ഏതായാലും ഇതിനകത്തുള്ളൊരു സൗണ്ട് ഔട്ട്പുട്ടും കാര്യങ്ങളും കൂടെ ഞാനിപ്പോൾ എല്ലാവർക്കും ഒന്ന് കേൾപ്പിച്ച് തരുന്നതായിരിക്കും. നമുക്ക് റിവേഴ്സും കൂടെ ജസ്റ്റ് ഒന്ന് ഇട്ട് നോക്കാം. കാരണം റിവേഴ്സ് ക്യാമറ ഫിറ്റ് ചെയ്യുന്ന സമയത്ത് ഞാൻ എപ്പോഴും എല്ലാവരോടും പറയുന്ന പോലത്തെ ഒരു കാര്യമാണ്, നമുക്ക് ബമ്പർ കാണാൻ സാധിക്കണം. ഈ കാണുന്നത് പോലെ നമ്മുടെ ബമ്പർ വൃത്തിയായിട്ട് കാണാൻ സാധിക്കുമെന്നുണ്ടെങ്കിൽ തന്നെ നമുക്ക് വാഹനം പാർക്ക് ചെയ്യുന്ന സമയത്ത് വളരെ വൃത്തിയായിട്ട് തന്നെ നമുക്ക് നല്ല രീതിക്ക് പാർക്ക് ചെയ്യാൻ സാധിക്കും. അതുകൊണ്ട് എപ്പോഴും നമ്മളൊരു ക്യാമറ ഫിറ്റ് ചെയ്യുന്ന സമയത്ത് ഉറപ്പായിട്ട് അവരോട് ബമ്പർ കാണുന്ന രീതിക്ക് തന്നെ ഫിറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ആവശ്യപ്പെടണം. അങ്ങനെ ആവശ്യപ്പെട്ട് കഴിഞ്ഞുള്ള ഗുണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇൻബിൽറ്റ് വാഹനത്തിൽ ക്യാമറ വരുന്ന അതേ ഫീൽ തന്നെയായിരിക്കും നമുക്ക് കിട്ടുന്നത്. നമുക്കിതിൻ്റെ സൗണ്ട് ക്വാളിറ്റിയും കൂടി ജസ്റ്റ് ഒന്ന് കേട്ട് നോക്കാം. ഞാനിപ്പോൾ ഏതായാലും ഒന്ന് മ്യൂട്ട് മാറ്റുകയാണ്. सबको छोड़ के तू भी आ सबको छोड़. ഓക്കെ, അപ്പോൾ സൗണ്ട് വൈസും കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ ജസ്റ്റ് ഒരു ആവറേജ്, ഒരു നോർമൽ സ്റ്റീരിയോയിൽ നിന്ന് നമുക്ക് ഔട്ട്പുട്ട് കിട്ടുന്നത്. പിന്നെ പ്രത്യേകിച്ച് നമുക്കറിയാം മാരുതി സുസുക്കിയിൽ വരുന്ന സ്പീക്കേഴ്സ് കാര്യങ്ങളൊക്കെ ഭയങ്കര ഒരു ഗുമ്മ പറയല്ല, ഒരു ജസ്റ്റ് നോർമൽ സ്പീക്കേഴ്സാണ്, വെറും നോർമൽ സ്പീക്കേഴ്സ് മാത്രമാണ്. നമ്മൾ സ്പീക്കറും കൂടെ ഒന്ന് അപ്ഗ്രേഡ് ചെയ്യുകയാണ്, നല്ല അടിപൊളി എഫക്റ്റ് കിട്ടുന്നതായിരിക്കും. ഇനി അതല്ല, ഈ സ്റ്റീരിയോയുടെ കൂട്ടത്തിൽ ഒരു ആമ്പും കൂടെ കയറ്റി കഴിഞ്ഞാൽ, അതായത് ഒരു ആംപ്ലിഫയറും കൂടെ വെച്ച് നല്ല സ്പീക്കേഴ്സും കൂടെ ആഡ് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ നല്ല സൂപ്പർ ആയിരിക്കും. അല്ലാതെ പക്ഷേ നോർമൽ ഒരു സാധാരണ വ്യക്തിക്ക് അല്ലെങ്കിൽ വലിയ കുഴപ്പമില്ലാത്തൊരു മ്യൂസിക് ലവറിന് ഓക്കെ എന്ന് മാത്രം പറയാൻ സാധിക്കത്തുള്ളൂ.